ഹലോ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഇവാലുവേഷൻ ടൂൾസ് അതിനെപ്പറ്റി പറഞ്ഞു. അതിനുശേഷമുള്ള വീഡിയോയിൽ നമ്മൾ വാട്ട് ഈസ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഹൗ ക്യാൻ വി കൺസ്ട്രക്ട് ആൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് ഹൗ ക്യാൻ വി കൺസ്ട്രക്ട് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എ ടെസ്റ്റ് ഡിസൈൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ ഡിഫിക്കൽട്ടീസ്, inadequate and gaps of people in specific curricular areas with a view to helping them to overcome those difficulties through remedial instruction is called diagnostic test. എന്തെങ്കിലും റെമഡിയൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് കുട്ടികളിൽ കാണുന്ന എന്തെങ്കിലും ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്യാനുള്ള ടെസ്റ്റാണ് എന്ത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദ ടേം ഡയഗ്നോസ്റ്റിക് comprises all activities in measurement and interpretation that helps to identify the growth lags and their causal favors for individuals or ക്ലാസ്. എന്തെല്ലാം ഡിഫിക്കൽട്ടീസാണ് അവർക്ക് കാണുന്നത്, ആ ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള കാര്യം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ റെമഡി ചെയ്യുക. അതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഡോക്ടർ ഒരു ഡിസീസ് ആദ്യം ഡയഗ്നൈസ് ചെയ്തതിന് ശേഷമാണ് അതിന് മെഡിസിൻ കൊടുക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഡിഫിക്കൽട്ടീസ് ഡയഗ്നൈസ് ചെയ്തതിന് ശേഷം ആ ഡിഫിക്കൽറ്റീസിന് ആവശ്യമായ റെമഡിയൽ മെഷേഴ്സ് എടുക്കും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് കുറച്ച് ഡെഫിനിഷൻ കൂടി നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു തോണ്ടേക്ക് ആൻഡ് ഹാഗൻ ഇൻ ദ ഇയർ 1970 സജസ്റ്റഡ് ദാറ്റ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഷുഡ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ പീപ്പിൾ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുട്ടികൾക്കുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാണിച്ചു തരുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ദെൻ എ ടെസ്റ്റ് ദാറ്റ് ഈൽഡ് മോർ ദാൻ എ സിംഗിൾ ഓവറോൾ സ്കോർ ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നമ്മൾ പറഞ്ഞു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് ഒരു ഓവറോൾ സ്കോർ ഉണ്ടാവും, അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സിംഗിൾ ഓവറോൾ സ്കോർ അല്ല ഉള്ളത്. Diagnosis has become an essential phase of the developing plan of adaptational instruction to individual differences. ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ മറികടക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, റെമഡിയൽ ഇൻസ്ട്രക്ഷൻ, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ ഡിഫൈൻ ചെയ്യാമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ഡിസൈൻഡ് ടു ലൊക്കേറ്റ് സ്പെസിഫിക് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ഇൻ ദ കേസ് ഓഫ് സ്പെസിഫിക് ഇൻഡിവിജ്വൽ അറ്റ് എ സ്പെസിഫിക് സ്റ്റേജ് ഓഫ് ലേണിംഗ്. സ്പെസിഫിക് ഇൻഡിവിജ്വൽ സ്പെസിഫിക് സ്റ്റേജ് ഓഫ് ലേണിംഗ് അറ്റ് ദ സ്പെസിഫിക് ടോപ്പിക്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡെഫിഷ്യൻസി സ്പെസിഫിക് ഇൻഡിവിജ്വലിനുണ്ടോ എന്നറിയാൻ നോക്കുന്ന ഒരു ടെസ്റ്റാണെന്നും പറയാം അതിന് അല്ലേ. Then so that the specific effort could be made to overcome those deficiencies. ഈ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നു. Then it helps the teachers in identifying the status of the learner at the end of a particular lesson, unit or course of learning so as to what specific teaching or learning points have been properly grasped by the learners. ലേണേഴ്സിന് എന്തൊക്കെ മനസ്സിലായില്ല എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് അല്ലേ. എന്തെല്ലാം മനസ്സിലായി എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലോ എന്തെല്ലാം മനസ്സിലായില്ല, എന്തെല്ലാം ഡെഫിഷ്യൻസീസ് ഉണ്ട്, അത് കണ്ടുപിടിച്ച് അതിന് റെമഡിയൽ മെഷേഴ്സ് എടുക്കാനുള്ള ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നോക്കാം. ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് എ സീരീസ് ഓഫ് സ്കോർസ് ഈച്ച് റെപ്രസെൻറ്റിംഗ് ദ പെർഫോമൻസ് ഇൻ എ സ്പെസിഫിക് സ്കിൽ. ചിലപ്പോൾ അരിത്തമെറ്റിക് സ്കിൽ അറിയാനായിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ് സ്കിൽ അറിയാനായിരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഓരോന്നിനെ പറ്റിയുള്ള സ്കില്ല് മെഷർ ചെയ്യാനായിരിക്കും നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ പല സബ്സെറ്റ്സ് ഉണ്ടാവും ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ. അത് തമ്മിൽ കോറിലേഷൻ ഉണ്ടാവണമെന്നില്ല. മാത്സിൻ്റെ ആയിരിക്കാം ചില പാർട്ട് ചെക്ക് ചെയ്യാനായിരിക്കാം, കുറച്ച് പാർട്ട് സയൻസിൻ്റെ ചെക്ക് ചെയ്യാനായിരിക്കാം. അപ്പോൾ കോറിലേഷൻ ഉണ്ടാവണമെന്നില്ല ഈ സബ്സെറ്റ് തമ്മിൽ. അതെല്ലാം ഇതിൽ പറയുന്നത്. ദെൻ ദ respective skill must be critical to the overall performance being evaluated, such as reading achievement or arithmetic achievement. അങ്ങനെ ഓരോന്നിലുള്ള ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയായിരിക്കും ഈ ടെസ്റ്റിലെ ഓരോ സബ്സെറ്റും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ദ സബ് ടെസ്റ്റ് യൂസ് ടു ആക്സസ് ഈച്ച് ഓഫ് ദി സ്കിൽസ് മസ്റ്റ് റെപ്രസെൻറ്റ് എ വാലിഡ് മെഷർ. അപ്പോൾ ഓരോ സബ്സെറ്റിൻ്റെ മെഷർ കിട്ടുന്ന സ്കോർ അതുകൊണ്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് സബ്സെറ്റ് മസ്റ്റ് ഹാവ് ഹൈ റിലയബിലിറ്റി. ഓരോ സബ്സെറ്റിനും
അതിൻ്റെ റിലയബിലിറ്റി ഉണ്ടാവും. റിലയബിലിറ്റി വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണോ ഒരു ടെസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ടെസ്റ്റ് ചെയ്യാൻ ആ ടെസ്റ്റിന് കഴിവുണ്ടെങ്കിൽ ആ ടെസ്റ്റ് വാലിഡാണെന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നോളജ് മെഷർ ചെയ്യാമെന്നാണ് ഉള്ളതാണ് നമ്മളുടെ എയിം. ആ നോളജ് മെഷർ ചെയ്യാൻ ആ ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ടെസ്റ്റ് ഈസ് വാലിഡ് എന്ന് പറയും. റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരിക്കൽ എന്തെങ്കിലും ഒരു മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞോ എപ്പോൾ ആ ടെസ്റ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്താലും നമുക്ക് ഏകദേശം ഒരേപോലത്തെ വാല്യൂ കിട്ടും. അതാണ് റിലയബിൾ. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, കോറിലേഷൻ എമംഗ് സബ്സെറ്റ് മസ്റ്റ് ബി ലോ. അല്ല, കോറിലേഷൻ ഉണ്ടാവണമെന്നില്ല സബ്സെറ്റ് തമ്മിൽ, പക്ഷേ ഇൻഡിവിജ്വൽ സെറ്റ്സ് റിലയബിൾ ആയിരിക്കും, വാലിഡും ആയിരിക്കും. അത് രണ്ട് സബ്സെറ്റ് തമ്മിൽ കോറിലേഷൻ വളരെ കുറവായിരിക്കും ഇതിൽ. The diagnostic test is a means by which an individual profile is examined and compared against certain norms or criteria. Norms എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് എത്രത്തോളം എത്തണം ഒരു കുട്ടി, അല്ലെങ്കിൽ നോർമലായിട്ട് എന്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ്, ഏത് ഒബ്ജക്റ്റീവ്സാണ് അറ്റൈൻ ചെയ്യേണ്ടത് അതുമായിട്ട് കമ്പയർ ചെയ്യുക. എന്ത് മെഷർ ചെയ്തതിന് ശേഷം, ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ മെഷർ ചെയ്തതിന് ശേഷം നോർമലായിട്ടുള്ളതും നോംസായിട്ട് അതിനെ കമ്പയർ ചെയ്യുക. ദെൻ ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടേക്സ് അപ്പ് വെയർ ദ ഫോർമേറ്റീവ് ടെസ്റ്റ് ലീവ്സ് ഓഫ്. ഫോർമേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ എന്താണ് അറ്റൈൻ ചെയ്തതെന്ന് തീരുമാനിക്കുകയാണ് നമ്മൾ. അത്രേ ഉള്ളൂ. എന്താണ് അറ്റൈൻ ചെയ്യാത്തതെന്ന് കണ്ടുപിടിക്കുകയാണ് ഏത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽസ് എഡ്യൂക്കേഷണൽ വീക്ക്നെസ്സസ് ഓർ ലേണിംഗ് ഡെഫിഷ്യൻസി ആൻഡ് ഐഡൻറ്റിഫൈ ദ ഗ്യാപ്സ് ഇൻ പീപ്പിൾ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് മോർ ഓഫൺ ലിമിറ്റഡ് ടു ലോ എബിലിറ്റി സ്റ്റുഡൻസ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് എ കറക്റ്റീവ് measure or corrective in nature. Diagnostic tests pinpoint the specific types of error each people is making and search for underlying causes of the problem. Diagnostic test is much more comprehensive. Okay, ഇതെല്ലാം പർപ്പസസ് നമുക്ക് പറയാം. കോംപ്രിഹെൻസീവ് ടെസ്റ്റാണ്. എന്ത് ഡെഫിഷ്യൻസി ഉണ്ടോ വീക്ക്നെസ് ഉണ്ടോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൽ നമുക്ക് പർപ്പസസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം എന്തെല്ലാമാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ കണ്ടതുപോലെ തന്നെ പ്ലാനിങ് ആണ്. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റൈറ്റിംഗ് ദി ഐറ്റം. തേർഡ് സ്റ്റെപ്പ് ഈസ് അസംബ്ലിംഗ് ദ ഐറ്റംസ് ഇൻ ദ ടെസ്റ്റ് ആൻഡ് ദെൻ പ്രൊവൈഡിംഗ് ഡയറക്ഷൻസ് ഓർ പ്രിപ്പയറിംഗ് ദ സ്കോറിംഗ് കീ ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് റിവ്യൂയിങ് ദ ടെസ്റ്റ്. നമ്മൾ സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് നമ്മൾ ഓൾറെഡി ആ പിക്ചറിൽ കണ്ടത് തന്നെയാണ്. പിന്നെ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചിലപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ടീച്ചർ മെയ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉപയോഗിക്കും. സ്റ്റാൻഡേർഡൈസ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ വാലിഡിറ്റി റിലയബിലിറ്റി എല്ലാം ചെക്ക് ചെയ്തതായിരിക്കും. ടീച്ചർ മെയ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറിൻ്റെ ആവശ്യത്തിന് വേണ്ടി അപ്പോഴും ഉണ്ടാക്കുന്ന ടെസ്റ്റാണ് ടീച്ചർ മെയ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മേ ബി എയ്തർ സ്റ്റാൻഡേർഡൈസ്ഡ് or teacher made test, beside being more economical, are also more effective as each teacher can frame it according to the specific need of the student. ഒരു ടീച്ചറിൻ്റെ കുട്ടികളുടെ നീഡ് അനുസരിച്ച് ടീച്ചറിന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് മോർ എക്കണോമിക്കലാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിനേക്കാളും. ഫോളോയിങ് ആർ ദ ബ്രോഡ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അത് നമ്മൾ ഓൾറെഡി കണ്ടത് തന്നെയാണ്. പ്ലാനിങ്, റൈറ്റിംഗ് ദി ഐറ്റം, അസംബ്ലിംഗ് ദ ടെസ്റ്റ്, പ്രിപ്പയറിംഗ് ദ സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം ആൻഡ് റിവ്യൂയിങ് ദ ടെസ്റ്റ്. First step ആണ് planning. The first step is the construction of a diagnostic test is identification of the subject matter areas which are really difficult for the people. അപ്പോൾ ഫുൾ എൻ്റയർ സിലബസിൻ്റെ ബേസിലല്ല നമ്മളൊരു ടെസ്റ്റ് ഉണ്ടാക്കണേ. ഏത് പാർട്ടാണോ അതിൽ കുട്ടികൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ഇപ്പോൾ ബയോളജിയുടെ എടുത്തു ജെനറ്റിക്സ്, ആ പാർട്ടാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ടീച്ചറിന് തോന്നുന്നതെങ്കിൽ ഉള്ളി ആ ജെനറ്റിക്സിൽ നിന്ന് മാത്രമായിരിക്കും ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. എൻ്റയർ സിലബസ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അതൊരു വ്യത്യാസമാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എൻ്റയർ സിലബസ്, അപ്പോൾ ഉള്ള കണ്ടൻറ്റിനെ ഫുൾ കവർ ചെയ്താണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇതിൽ ഡിഫിക്കൽറ്റി ഏരിയനെ ബേസ് ചെയ്താണ് നമ്മൾ ടെസ്റ്റ് ഇടുന്നത്, അല്ലേ? അതാണ് ഒരു difference. After selecting areas, they should be further divided into simple teaching points and test items may be constructed
ഫോർ ഈച്ച് പോയിൻറ്റ്സ് അതിന് ഈ ടീച്ചിങ് പോയിൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് ടെസ്റ്റ് ഐറ്റം കൺസ്ട്രക്ട് ചെയ്യും ഓരോ ടീച്ചിങ് പോയിൻറ്റിൻ്റെ ബേസിസിലും. ഓക്കെ, ദെൻ as far as diagnostics test is concerned, it is not very necessary to know the importance of various learning points. All the learning points have to be covered in an unbroken sequence. Each learning point should have an adequate number of questions help to identify the area of the weakness. ഓരോ ലേണിംഗ് പോയിൻറ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ഐറ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റിംഗ് ദി ഐറ്റംസ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിൽ ഓൾ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ ഡിഫറെൻറ്റ് ടീച്ചിങ് points. However, it appears that for diagnostic purpose, short answer questions involving 1 or 2 steps is used widely. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് 1-2 പോയിൻറ്റ്സിൽ എഴുതേണ്ടതായിട്ടുള്ള ഷോർട്ട് ആൻസർ ടൈപ്പാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. വാട്ട് എവർ ബി ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, ദേ ഷുഡ് ഇൻ ജനറൽ ബി ഈസി, സ്യൂട്ടബിൾ ഫോർ ആവറേജ് സ്റ്റുഡൻസ്. ആവറേജ് സ്റ്റുഡൻസിന്, ആ ഏജ് ഗ്രൂപ്പിലെ ആവറേജ് സ്റ്റുഡൻസിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, the questions have to be specifically related to the teaching point and should be such as to throw light on the weakness of the students. weakness കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. The question should be written in simple language. The scope of the expected answer should be clear to the students. ഏത് തരത്തിലുള്ള ആൻസറാണ് കുട്ടികൾ കൊടുക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ഡയറക്ഷനും കുട്ടിക്ക് കിട്ടിയിരിക്കണം. Then next point, the questions are dubbed around the learning points. ലേണിംഗ് പോയിൻറ്റ്സിൻ്റെ ബേസിസിലായിരിക്കണം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എസ്സേ ടൈപ്പ് ആയിക്കോട്ടെ, ഷോർട്ട് ആൻസർ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ലേണിംഗ് പോയിൻറ്റ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ആ ലേണിംഗ് പോയിൻറ്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. After writing the items, the next step is assembling the test items and providing the instructions. ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഓരോ ടെസ്റ്റ് ഐറ്റംസും ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യും. ഇൻ ദിസ് സ്റ്റെപ്പ് ദ ടെസ്റ്റ് കൺസ്ട്രക്റ്റഡ് അറേഞ്ച് ദ ടെസ്റ്റ് ഐറ്റം ലോജിക്കലി, ദെൻ ഗീവ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ഹൗ ടു ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കാം, റിവ്യൂയിങ് ദ ടെസ്റ്റ്. ഇതിലാണ് എന്തെങ്കിലും എറർ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുന്നത്. ബിഫോർ പ്രിൻറ്റിംഗ് ദ ടെസ്റ്റ് ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി എഡിറ്റഡ് ആൻഡ് റിവ്യൂഡ്. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് എനി ഇൻഅഡ്വർട്ടൻറ്റ് എറേഴ്സ് ആർ എലിമിനേറ്റഡ്. ഇൻഅഡ്വർട്ടൻറ്റ് വൺ വേർഡ് ആണ്, ഇതിവിടെ പ്രിൻറ്റിംഗ് എററാണ് കേട്ടോ. ദെൻ ആൻ അനാലിസിസ് ഓഫ് ദ ടെസ്റ്റ്, ടെസ്റ്റിംഗ് ഡൗൺ ലേണിംഗ് പോയിൻറ്റ്സ് വിത്ത് കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് മേ ബി പ്രസൻറ്റഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഇവിടെയും നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ ഐറ്റം വൈസ് അനാലിസിസും ഉണ്ട്. ഇതാണ് റിവ്യൂയിങ് ഓഫ് ദ ടെസ്റ്റ്. നോക്കുക, ഈ പിക്ചറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തെല്ലാം സ്റ്റെപ്സാണ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലുള്ളതെന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ്, ദെൻ സെക്കൻഡ് വൺ റൈറ്റിംഗ് ദി ഐറ്റം, then assembling the item, then next one providing the directions how to answer and all that. Even afterwards it is reviewing the test items. These are the 5 steps in the construction of a diagnostic test. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ആ 5 സ്റ്റെപ്സാണ് ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇതിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത എന്താണ്, ഇപ്പോൾ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അഡ്മിനിസ്റ്റർ ചെയ്യണം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാമാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. വിൻ ദ കോൺഫിഡൻസ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് റിയഷ്യൂർ ദം. ടെസ്റ്റ് ഈസ് ടു ഹെൽപ്പ് ദം ഇൻ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദെയർ ലേണിംഗ് റാദർ ദാൻ ഫോർ ഡിക്ലെയറിംഗ് പാസ് ഓർ ഫെയിൽ. നമ്മൾ വീക്ക് സ്റ്റുഡൻസിൻ്റെ കേസിലായിരിക്കും കൂടുതലായിട്ടും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണേ. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഇത് അവരെ റേറ്റ് ചെയ്ത് അവരെ പാസോ ഫെയിലോ ചെയ്യാനുള്ളതല്ല, അവരെ ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ അഡ്മിനിസ്ട്രേഡ് ഇൻ എ റിലീസ്ഡ് എൻവയോൺമെൻറ്റ്, ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വേണം ഇത് നടത്താനായിട്ട്. സ്റ്റുഡൻറ്റ് ഷുഡ് ബി സീറ്റഡ് കംഫർട്ടബിൾ സീറ്റിംഗ് ആയിരിക്കണം. സ്റ്റുഡൻറ്റ് ഷുഡ് നോട്ട് കൺസൾട്ട് ഈച്ച് അതർ ഡ്യൂറിങ് ദ ടെസ്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ട് ചെയ്ത് ആൻസർ എഴുതിയാൽ ഓരോരുത്തരുടെ ലേണിംഗ് ഡിഫിക്കൽറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദേ ഷുഡ് നോട്ട് കൺസൾട്ട് ആൻഡ് റൈറ്റ് ദി ആൻസർ. ഇഫ് എനി സ്റ്റുഡൻറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ഫോളോ something, he should be allowed to seek clarification from the teacher. ടീച്ചറിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ എടുക്കാം. ടീച്ചർ മേ എൻഷുർ ദാറ്റ് ദ സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് ടീച്ചർ ഉറപ്പ് വരുത്തണം. ടൈം ഷെഡ്യൂൾ ഷുഡ് നോട്ട് ബി എൻഫോഴ്സ്ഡ് സ്ട്രിക്ട്ലി. അതിൽ ടൈം ഷെഡ്യൂൾഡ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ടൈം ഷെഡ്യൂൾഡ് ഇവിടെ നോക്കുന്നില്ല. ഇതൊക്കെയാണ് ഡ്യൂറിങ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒരു ടെസ്റ്റ് കൺസ്ട്രക്ടർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തു, നമുക്കതിൻ്റെ സ്കോർ കിട്ടി, ഡിഫറെൻറ്റ് സബ്സെറ്റ്സിൻ്റെ സ്കോർ കിട്ടി. അപ്പോൾ ഒരേ ഒരു സ്കോറല്ല, ഓരോ സബ്സെറ്റിനും ഡിഫറെൻറ്റ് സ്കോർസ് ഉണ്ടാവും. ഓരോരോ സ്കില്ല് നമ്മൾ മെഷർ ചെയ്യാനും ഓരോരോ ഡിഫിക്കൽറ്റി മെഷർ ചെയ്യാനും ആയിരിക്കും ഓരോ സബ്സെറ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നതും. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്? എന്ത് ഡിഫിക്കൽറ്റി ആണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയാണ്. ഈ റെമഡിയൽ മെഷേഴ്സ് എങ്ങനെയൊക്കെ എടുക്കും, ആ റെമഡിയേഷൻ എന്തെല്ലാം രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കുന്നത്. വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ റെമഡിയൽ ടീച്ചിങ്? ക്ലാസ്സിൽ ഒന്നുകൂടെ ആ പാർട്ട് കുറച്ചുകൂടെ വേറെ ടീച്ചിങ് മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കാം, അതൊന്ന്. ദെൻ ഇൻഡിവിജ്വൽ ട്യൂട്ടോറിയൽ ടീച്ചിങ്, ചിലപ്പോൾ ഒരു കുട്ടിക്കുള്ള ഡിഫിക്കൽറ്റി ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക്, അപ്പോൾ ഇൻഡിവിജ്വലി അവർക്ക് ട്യൂട്ടറിങ് കൊടുക്കാം. ദെൻ ഓട്ടോ ഇൻസ്ട്രക്ഷണൽ ലേണിംഗ്, അതേപോലെ തന്നെ അവർ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവർക്ക് തന്നെ പഠിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കാം. ദെൻ ഗ്രൂപ്പ് ട്യൂട്ടോറിയൽ ടീച്ചിങ്, ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവർക്ക് ഗ്രൂപ്പിൽ നിന്ന് ഒരു പെയർ ഗ്രൂപ്പിലെ തന്നെ ഒരു ലീഡറെ ആക്കിയിട്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് ഒന്നുകൂടെ ആ പാർട്ട് പഠിക്കുന്ന രീതിയാക്കാം. ദെൻ ഇൻഫോർമൽ ടീച്ചിങ്, ഇൻഫോർമലായിട്ട് അവരെ പഠിപ്പിക്കുന്ന രീതിയും നമുക്കാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം ഈ സ്ട്രാറ്റജീസൊക്കെയാണ് റെമഡിയൽ ടീച്ചിങ്ങിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ലാസ്റ്റ് കൺക്ലൂഡിങ് സ്ലൈഡാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്തിനെ പറ്റിയാണ് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ പറ്റി പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അച്ചീവ്മെൻറ്റ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ലേണിംഗ് ഡിഫിക്കൽറ്റീസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നറിയാനാണ്. ഒരു സിംഗിൾ സ്കോറാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനുള്ളത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ഓരോ സബ്സെറ്റിനും ഓരോരോ സ്കില്ല് മെഷർ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് സ്കോഴ്സ് നമുക്ക് കിട്ടും. ആ സ്കോഴ്സ് അനുസരിച്ച് ലേണിംഗ് ഡിഫിക്കൽറ്റീസ് നമ്മൾ കണ്ടുപിടിക്കും. അതനുസരിച്ച് നമ്മൾ റെമഡിയൽ മെഷേഴ്സ് യൂസ് ചെയ്യും. അതെല്ലാമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റെമഡിയൽ ടീച്ചിങ്ങിന് വേണ്ടി ഓരോരോ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന മെത്തഡോളജി സ്ട്രാറ്റജീസും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ആ കുട്ടികളെ അനുസരിച്ചിരിക്കും അത്, അല്ലെങ്കിൽ കണ്ടൻറ്റ് അനുസരിച്ചിരിക്കും, ഡിഫിക്കൽറ്റി ലെവൽ അനുസരിച്ചിരിക്കാം, അല്ലെങ്കിൽ ഏത് പോർഷനിലാണ് ഡിഫിക്കൽറ്റി എന്നതനുസരിച്ചിരിക്കാം. അതുപോലെ അതനുസരിച്ച് ലേണിംഗ് സ്ട്രാറ്റജീസിലും മെത്തഡോളജിയിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ റെമഡിയൽ ടീച്ചിങ്ങിന് വേണ്ടിയുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അച്ചീവ്മെൻറ്റ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതെല്ലാം രീതിയിലാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഇതും സാധാരണ എസ്സേ ആയിട്ട് വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്റ്റിംഗ് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് റെമഡിയേഷൻ ഓർ വാട്ട് ഈസ് റെമഡിയൽ ടീച്ചിങ്. അങ്ങനെ എസ്സേ ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ.